ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. രാവിലെ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ നല്ലൊരു പൂ വിരിഞ്ഞ് നിൽപ്പുണ്ട്. നല്ലൊരു ചെമ്പരത്തിപ്പൂ, നല്ല കളറാണ് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കാണാൻ. അങ്ങനെ ചെമ്പരത്തിപ്പൂവിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം അടുക്കളയിലേക്ക് കടന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. ആദ്യമേ ജീരകവെള്ളം തിളപ്പിക്കാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചു. അതിനുശേഷം പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തു വരികയാണ്. പിന്നെ മുട്ട പുഴുങ്ങാനും എടുത്തു വെച്ച്, പിന്നെ ഉള്ളിയും തക്കാളിപ്പഴമൊക്കെ ഇട്ട് വഴറ്റി മുട്ടക്കറിയാണ് ഇന്നത്തെ. അപ്പോൾ സാധാരണ ഇപ്പം ചില വീഡിയോകളിലൊക്കെ ഞാൻ ഇത് കുക്കറിൽ വെക്കുന്ന കാണുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിയും തക്കാളിപ്പഴമൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് മുട്ടയും കൂടെ പുഴുങ്ങിയിട്ട് മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. കടുവറുത്ത് ഉള്ളിയും തക്കാളിപ്പഴവും എല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കറി മസാലയുടെ പൊടി എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നീട് അത് നല്ലോണം വെള്ളമൊഴിച്ച് തിളപ്പിക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നീട് അപ്പം ഉണ്ടാക്കുന്ന ചടങ്ങാണ്. ഓരോരോ അപ്പങ്ങളായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഓരോരോ ബ്രേക്ക്ഫാസ്റ്റിന് ഓരോ വിഭവങ്ങൾ വേണമല്ലോ. അതിപ്പോൾ നമ്മൾ ആലോചിച്ച് കണ്ടെത്തി തലേ ദിവസം തന്നെ ഇങ്ങനെ നാളത്തേക്ക് എന്താണെന്ന് കണ്ടെത്തി വെക്കുന്നതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട്. അല്ല, രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കുറേ സമയം പോകുന്നത്. അങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചിരുന്നാൽ കുറച്ച് എളുപ്പമുണ്ട്. അങ്ങനെ ഓരോ അപ്പങ്ങളായിട്ട് ഞാൻ അപ്പങ്ങളെമ്പാട് ചുട്ടമ്മായി എന്ന് പറഞ്ഞ കണക്ക് ഞാൻ ഓരോരോ അപ്പങ്ങൾ ചുട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. ഗ്രീൻ പീസ് കറി, കടലക്കറി, ചമ്മന്തിപ്പൊടി, അങ്ങനെ പല പല കറികൾ മാറി മാറിയാണ്. പിന്നെ അപ്പം മുട്ടക്കറിയാണ് കുറച്ചുകൂടെ എല്ലാവർക്കും താല്പര്യം. അങ്ങനെ ഇന്ന് നല്ല പൂ പോലുള്ള അപ്പവും മുട്ടക്കറിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചക്കലത്തേക്ക് അമരപ്പയർ തോരനാണ്. സാധാരണ ഈ അമരപ്പയർ സാമ്പാർ ഇടാനാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിഞ്ച് അമരപ്പയർ ഇതേപോലെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് തോരൻ വെച്ചാൽ സൂപ്പറാണ്. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. ബ്രാഹ്മണപ്പാരയാണ് കിട്ടിയേക്കുന്നത്. ഇതിന് ബ്രാഹ്മണപ്പാരയെന്നാണ് ഇവിടെ പറയുന്നത്. പല സ്ഥലത്തും പല പേരായിരിക്കും. അത് ഇവിടെ ബ്രാഹ്മണപ്പാരയെന്ന് പറയുന്നത്. ഒരു സൈസ് നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ്. അത് മാങ്ങയിട്ട് വെക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ മാങ്ങ അരിഞ്ഞ് നോക്കിയതാണ്. ഭയങ്കര പുളിപ്പ്. നമ്മുടെ നാട്ടുമാങ്ങയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അമ്മ തന്നതാണ്. അത് ഒരു പകുതി ഇടാവുള്ളെന്നൊക്കെ അമ്മ പറഞ്ഞേക്കുന്നത്. ഭയങ്കര പുളിപ്പാണ്, പകുതി ഇട്ടാൽ മതിയെന്നാണ് എൻ്റെ കൂടെ പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കഷ്ണങ്ങളൊക്കെ തോനെ ഉള്ളതുകൊണ്ട് ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ പച്ച തേങ്ങ അരച്ച് അങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്നതാണ് ടേസ്റ്റ്. അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ചാളയ്ക്കാണ് മാങ്ങ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ്. ചാള കിട്ടാഞ്ഞതുകൊണ്ട് പിന്നെ ഈ മീൻ നല്ലതാണ്. ഇത് ചെറിയ മീനല്ലേ, ചെറിയ മീനെല്ലാം ഇതുപോലെ മാങ്ങയിട്ട് വെക്കുന്നത് നല്ലതാണ്. അയിലയും മാങ്ങയിട്ട് വെക്കും, അതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ മാങ്ങയിട്ടുള്ള മീൻ കറിയാണ് ഇന്നത്തെ മെനു. അപ്പോൾ ആദ്യമൊക്കെ ആകുമ്പോൾ ഈ മാങ്ങയിട്ട് വെക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റാണ്. പുളി അരച്ച് വെക്കുന്നതിനേക്കാൾ തേങ്ങ പച്ചയരച്ച് ഇതുപോലെ മാങ്ങയിട്ട് കറി വെക്കണം. പിന്നെ അല്പം ഉലുവാപ്പൊടിയും ഉപ്പുപൊടിയും കൂടെ ചേർത്ത് ആ മീൻ കറി വെച്ചാൽ മതി. നല്ല ഫ്രഷ് മീനായതുകൊണ്ട് നല്ല മീനാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നല്ല രുചിയുള്ളൊരു കറിയായിരുന്നു. അങ്ങനെ മീൻ കറി റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ തോരനുണ്ട്, പിന്നെ പുളിശ്ശേരിയൊക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അതൊക്കെ മതി. അങ്ങനെ ഇന്ന് ഉളപ്പ് കറികളൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ തോരൻ കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അമരപ്പയർ വയറിന് നല്ല ഒരു ഇതാണ്. അതുപോലെ നാര് ഒരുപാടുള്ളത് കൊണ്ട്, ഫൈബർ കണ്ടൻറ്റ് ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പം ദഹനക്രിയയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് അമരപ്പയർ. അതുപോലെ ഈ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ അമരയ്ക്ക ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഭയങ്കര വിലയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഈ അമരപ്പയറിന് വലിയ ഡിമാൻഡില്ല, ആർക്കും വേണ്ട. മലക്കറിയിലൊക്കെ കിടന്നാൽ എല്ലാവരും എടുത്തും കളയും. പിന്നെ സാമ്പാറെങ്ങാനും ഉണ്ടാക്കുമ്പോൾ മാത്രം 1-2 അമരപ്പയർ ഇടും. കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല വിറ്റാമിനാണെന്നാണ് പറയുന്നത് അമരപ്പയർ തോരൻ. ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് കുരുര അരിയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ, കുറച്ച് സമയം എടുത്ത് അരിയണമെന്നേ ഉള്ളൂ. എന്തായാലും അമരപ്പയർ തോരൻ വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതിനകത്ത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയാണ് ചേർത്തേക്കുന്നത്, ചതച്ചിട്ടേക്കുന്നത്. അങ്ങനെ അമരപ്പയർ തോരൻ റെഡിയായി. നമ്മുടെ മീൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു മീൻ കറിക്ക്. അതുപോലെ 3-4 മീനെടുത്ത് ഞാൻ വറുത്തിട്ടുണ്ട്. അങ്ങനെ ചോറ്, പുളിശ്ശേരി, അമരപ്പയർ തോരൻ, മീൻ കറി, മീൻ വറുത്തത്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ഊണ്. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ വിശാലമായിട്ട് ഉച്ചക്കലത്തെ ഊണ് കഴിക്കുകയാണ്. വാർത്തയൊക്കെ കേട്ടോണ്ടാണ് ഇന്ന് കഴിക്കുന്നത് കേട്ടോ. എന്നും ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്താണ് ഈ 1 മണിയുടെ വാർത്ത. ഇന്ന് ദിലീപിനെ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചതൊക്കെ കേട്ടുകൊണ്ടിരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ ചർച്ചയും ബഹളമൊക്കെയാണ് ബാക്കിൽ കേൾക്കുന്നത്. അത് കേട്ടുകൊണ്ടിരുന്ന് ഞാൻ ടി വിയിലെ ഓരോരോ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ നാളെ ഇലക്ഷനാണല്ലോ, നാളെ ഇലക്ഷൻ്റെ വാർത്തയൊന്നും ഇന്ന് ടി വിയിൽ ഇല്ലായിരുന്നു. മൊത്തം ദിലീപിൻ്റെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. രാവിലെ മുതൽ ദിലീപിന് ശിക്ഷ കിട്ടുമോ എന്നുള്ള ചിന്തയിൽ ചാനലുകാരെല്ലാം അതിൻ്റെ ഓരോ പുറകിലായിരുന്നു. അങ്ങനെ അതെല്ലാം വാർത്തയൊക്കെ കേട്ടുകൊണ്ട് ചോറൊക്കെ ഉണ്ണുകയാണ്. ചോറ് നല്ല മീൻ കറിയും നല്ല മീൻ വറുത്തതും തോരനും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഇതുപോലെ ഈ അമരപ്പയർ കിട്ടുമ്പോൾ, അത് മുറ്റിയ അമരപ്പയറല്ല കേട്ടോ, നല്ല പിഞ്ച് അമരപ്പയറുണ്ടല്ലോ, അത് നമ്മുടെ മലക്കറി കടയിൽ വരുമ്പോൾ വാങ്ങിച്ച് തോരൻ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. വീട്ടിലും പിടിക്കും. അമരപ്പയറിൻ്റെ തൈ പാവിയാൽ മതി. പിന്നീട് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ഒരാൾ ശബരിമലയിൽ പോയിട്ട് വന്ന് കൊണ്ടു തന്നതാണ് മലര്, പായസം, അരവണ പായസം, ഉണ്ണിയപ്പം. പിന്നെ ശബരിമലയിൽ ഉണ്ണിയപ്പം നമുക്ക് കടിച്ചാൽ എന്തായാലും കടി കിട്ടത്തില്ല. അതുപോലത്തെ കല്ല് പോലത്തെ ഉണ്ണിയപ്പമാണ്. പക്ഷേ ഇപ്രാവശ്യത്തത് കുറച്ച് വേണ്ടിയല്ല, ഇച്ചിരി കടിയൊക്കെ പറ്റുന്നുണ്ട്. ഞാനൊന്ന് കടിച്ച് നോക്കിയതാണ്. ടേസ്റ്റുണ്ട്. ഇപ്പോഴത്തെ പണ്ടത്തെ കണക്ക് ഭയങ്കര ഹാർഡല്ല, എങ്കിലും കൊള്ളാം. പക്ഷേ ഈ അരവണ പായസം നമുക്ക് പണ്ടത്തെ അരവണ പായസമല്ല, അതിനൊരു കട്ടിയുള്ളൊരു അരവണ പായസമായിരുന്നു. അതൊരു പിന്നെ ഇതായിപ്പോയി. നമുക്ക് പണ്ടിങ്ങനെ കോരി എടുക്കാൻ പറ്റുമല്ലോ, ഇതിപ്പോൾ എന്താണ്ടോ നോക്കുക, ഇങ്ങനെ അലുവ പോലെ കട്ടിയായിട്ടിരിക്കുക. അത് ഞാൻ മോളെ വീഡിയോ എടുക്കുന്ന മോളെ കാണിച്ചുകൊണ്ട് എടുക്കുമായിരുന്നു. ഇതുപോലെ കോരി എടുക്കാൻ പറ്റുന്നില്ല, അലുവ പോലെ ഇരിക്കുമായിരുന്നു. അത് ഫ്രിഡ്ജ് വെച്ചോണ്ടല്ല, വെളിയിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനൊക്കെ. പക്ഷെ കയ്യിലിങ്ങനെ കുറുകുറാന്ന് ഒഴിക്കുന്ന അരവണ പായസമല്ല ഇപ്രാവശ്യം കിട്ടിയത്. അതിനി എല്ലാവർക്കും ഇപ്രാവശ്യം ഇങ്ങനത്തെ അരവണ പായസമാണോ കിട്ടിയതെന്ന് അറിയത്തില്ല. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.